എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് യെസ് ബാങ്കിനെ കുറിച്ചാണ്. യെസ് ബാങ്ക് ഇന്ന് പെട്ടെന്ന് നല്ല രീതിയിൽ ഏകദേശം ഒരു 11% മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് യെസ് ബാങ്കിൻ്റെ ഈ കയറ്റത്തിനുള്ള കാരണം? ഒന്നാമത്തെ. രണ്ടാമത്തേത്, ഇനി യെസ് ബാങ്ക് എവിടെ വരെ പോകും, അല്ലെങ്കിൽ താഴുമ്പോൾ യെസ് ബാങ്ക് എവിടെ വരെ താഴാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. യെസ് ബാങ്ക് ഇപ്പോൾ റേറ്റ് നടക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും 25 രൂപ 40 പൈസയിലാണ് റേറ്റ് നടക്കുന്നത്. അതായത് 11% ഇന്ന് കയറിയിട്ടുള്ളത് യെസ് ബാങ്ക്. അപ്പോൾ അത് എന്താണ് കാരണം പെട്ടെന്നുള്ള കയറ്റത്തിൽ? അപ്പോൾ അതിലൊരു ന്യൂസ് ബേസ് വന്നിട്ടുണ്ടത്. അതായത് യെസ് ബാങ്കിൽ HDFC ബാങ്ക് യെസ് ബാങ്കിൻ്റെ ഓഹരികൾ അധികമായിട്ട് വാങ്ങാൻ തീരുമാനിച്ചു. അതായത് RBI HDFC ബാങ്കിന് യെസ് ബാങ്കിൻ്റെ ഓഹരികൾ വാങ്ങാനായിട്ട് അനുമതി നൽകി. ഇതാണ് വന്ന ന്യൂസ്. അപ്പോൾ ഇതിൻ്റെ ബേസ് വെച്ചിട്ടാണ് യെസ് ബാങ്ക് കയറിയിട്ടുള്ളത്. അത് യെസ് ബാങ്കിൽ മാത്രമല്ല, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, സൂര്യോദയ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ബന്ധൻ ബാങ്ക് എന്നിവയിൽ ഏകദേശം 9.5% വരെ ഓഹരികൾ വാങ്ങാനായിട്ട് HDFC ബാങ്കിന് RBI അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ HDFC ബാങ്ക് വാങ്ങുന്നത് എന്ന് വെച്ചാൽ HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, HDFC എർഗോ, HDFC ലൈഫ് ഇൻഷുറൻസ്, ഈ 3 കമ്പനികൾ വഴിയായിരിക്കും HDFC ബാങ്ക് ഈ ബാങ്കുകളെ വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 1 വർഷത്തിനുള്ളിൽ വാങ്ങണമെന്നാണ് RBIയുടെ ഓർഡർ. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ ഇത് വാങ്ങുന്നില്ല എങ്കിൽ അത് അസാധുവായി പോകും ഈ ഓർഡറുകൾ. അപ്പോൾ ഇത്രയുമാണ് യെസ് ബാങ്ക് കയറാനായിട്ട് കാരണം. ഇനി നമുക്ക് യെസ് ബാങ്കിൻ്റെ ചാർട്ടിലേക്ക് ഒന്ന് പോവാം. ഇനി നമുക്ക് യെസ് ബാങ്കിൻ്റെ ചാർട്ടിലേക്ക് ഒന്ന് പോയിട്ട് ചാർട്ടിൽ അത് എങ്ങനെയാണ് മുകളിലേക്കുള്ള പോക്ക് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് യെസ് ബാങ്കിൻ്റെ ഫണ്ടമെൻ്റൽ വ്യൂയിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും 73,000 കോടിയാണുള്ളത്. സ്റ്റോക്ക് P 71.3, ROC 4.4, ROE 1.9. അപ്പോൾ ഫണ്ടമെൻ്റലി അത് ROC ഒക്കെ വളരെ കുറഞ്ഞ് നിൽക്കണം. അപ്പോൾ ബിലോ ആവറേജിലാണ് ഒരു ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ വരുന്നത്. പിന്നെ സ്റ്റോക്ക് P 71 ഉണ്ട്. അപ്പോൾ അത് കൂടി നിൽക്കുന്നു സ്റ്റോക്ക് P. പക്ഷേ ഇങ്ങനെയുള്ള കണ്ടീഷൻ ഇപ്പോൾ ഒരു ന്യൂസ് ബേസ്ഡ് ആണത്. ന്യൂസ് ബേസ്ഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ടെക്നിക്കലൊന്നും വർക്ക് ചെയ്യില്ല. ആ ന്യൂസിൻ്റെ ഭാഗത്തിൽ അത് കയറിപ്പോകും. അപ്പോൾ ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്ന് നോക്കി നോക്കാം. ക്വാർട്ടർലി പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കി കഴിഞ്ഞാൽ റവന്യൂ നന്നായിട്ട് ഉയർന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ സമീപകാലങ്ങളിൽ ഉള്ള റവന്യൂക്കാളും നന്നായിട്ട് ഉയർന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്വാർട്ടർ ടു ക്വാർട്ടർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഡിസംബറിൽ 55 കോടി ഉണ്ടായത് ഇപ്പോൾ 243 കോടിയായിട്ട് അതിൻ്റെ പ്രോഫിറ്റ് വളർന്നിട്ടുണ്ട്. നല്ല ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൂടാണ്ട് തൊട്ട് മുന്നത്തെ ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്താലും അതിൽ നല്ല വളർച്ചയുണ്ട് പ്രോഫിറ്റിൽ. അതുകൂടാതെ നെറ്റ് NPA എടുത്താലും അത് കുറഞ്ഞിട്ടുണ്ട് ക്വാർട്ടർ ടു ക്വാർട്ടർ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഒരു ക്വാർട്ടർ റിസൾട്ട് എടുത്താൽ നല്ലൊരു റിസൾട്ടാണത്. നമുക്ക് യെസ് ബാങ്കിൻ്റെ ചാർട്ടിൽ നിന്ന് പോയി നോക്കിയാൽ എന്താണിത് കാണുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ യെസ് ബാങ്കിൻ്റെ ചാർട്ടിൽ ഇന്ന് വന്നിരിക്കുന്ന വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ. ഇവിടെ വന്നിട്ടുണ്ട്. അത്യാവശ്യം വോളിയം ഉണ്ട്, തരക്കേടില്ലാത്ത വോളിയവും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 25.40 ഇന്നത്തെ ക്ലോസിംഗ് റേറ്റ് നിൽക്കുന്നത്, 25 രൂപ 40 പൈസ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് പോവുക താഴേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വ്യൂ. നമ്മുടെ ഒരു വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആദ്യം നോക്കാം.
നമുക്ക് നോക്കിയാൽ ഇവിടെ വ്യക്തമായിട്ട് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ റേഞ്ച്, അതായത് ഈ റേഞ്ച് 23 റേഞ്ച് കേട്ടോ. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ, ഈ പോയിന്റ് ഇവിടെ 21 റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ബ്രേക്ക് ചെയ്ത് പോയി. അതുകൂടാതെ ഇവിടെ തന്നെ കണ്ട ഇതിൻ്റെ ലോ ഇവിടെ തന്നെ വന്നിട്ടുള്ളത്, അതായത് ഏകദേശം 23 റേഞ്ചിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. 23, 22. നമുക്ക് ഇനി അടുത്ത അവിടെ നിന്നാണ് കയറിപ്പെടുക. അടുത്ത ഇവിടെയാണ് നമുക്കൊരു സപ്പോർട്ട് പോയിന്റ് ഉള്ളത്, 23, 22, 50. അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പോൾ അത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഒരു ട്രേഡിങ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല ഇതിന്. കാരണം എന്ന് വെച്ചാൽ ഇത് ഫണ്ടമെൻ്റലി നമുക്കറിയാലോ കുറേ ഇഷ്യൂസ് ഉണ്ടായ ബാങ്കാണ്. അപ്പോൾ ഒരു ന്യൂസ് ബേസിൽ കയറിപ്പോണം. അപ്പോൾ നമുക്കൊരു അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഇത് വിറ്റ് മാറണത് അങ്ങനത്തെ ഒരു ഷെയറാണ് യെസ് ബാങ്ക്. അപ്പോൾ ഒരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ഒരു സ്വിങ്ങിലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഷോർട്ട് ടേമിലേക്കോ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെയാണ് നമ്മളെ ഒരു സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ ഈ റേഞ്ചിൽ നമ്മൾ തീർച്ചയായും ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് പരിഗണിച്ചിരിക്കണം, അതായത് 22.50-നും 21.50-നും. ഇനി നമുക്ക് അത്രയും സ്റ്റോപ്പ് ലോസ് ഇല്ല, കുറച്ചൊരു വൈഡ് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നമ്മൾ കറക്റ്റ് അതൊരു സൈക്കോളജിക്കൽ ലെവലാണ് അത് വരുന്നത്. അത് ഇവിടെയാണ് വരുന്നത് കണ്ടോ, ഈ ലൈനിൽ ഈ താഴ്ന്ന ഈ ക്യാൻഡിലിൻ്റെ അവിടെയാണ്. അത് 20 ആ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 20 നമ്മൾ സ്റ്റോപ്പ് ലോസ് പരിപാലിച്ചിരിക്കണം. ഈ 2 റേഞ്ചാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും സ്റ്റോപ്പ് ലോസായിട്ട് പരിഗണിക്കേണ്ട 2 റേഞ്ചുകൾ, അതായത് 23, 22.50 ആ റേഞ്ചും അല്ലെങ്കിൽ 20 റേഞ്ച്, അതിൻ്റെ തൊട്ട് താഴെ 20 റേഞ്ചും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ഇൻട്രാഡേ വ്യൂ നമുക്ക് നോക്കിയാൽ ഇത്രയാണ് കാണുന്നത്. ഇനി നമുക്ക് വീക്കിലി വ്യൂവിലും കൂടി നോക്കിയാൽ, എല്ലാ വ്യൂവിലും നോക്കിയാലും നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു വീക്കിലി വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ റെസിസ്റ്റൻസ് പോയിന്റ് കയറിയിട്ട് ഇവിടെ നിന്നു. 2 ക്യാൻഡിൽ, ജസ്റ്റ് 2 ക്യാൻഡിലാണ് ഇവിടെ നമുക്ക് കിട്ടിയത്. ഇവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയിട്ട് കറക്റ്റ് ബ്രേക്ക് ചെയ്ത ക്യാൻഡിലും അത്യാവശ്യം ഇവിടെ പോയി. അതിനുശേഷം വീണ്ടും താഴ്ന്ന് കയറാനായിട്ട് പറ്റിയില്ല. ഇവിടുത്തെ റെസിസ്റ്റൻസ് കയറാനായിട്ട് പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? ഇന്നത്തെ ഗ്രീൻ ക്യാൻഡിൽ വന്നത് ന്യൂസ് ബേസ്ഡ് ആയതുകൊണ്ട്, അതായത് HDFC ബാങ്കിൽ. പക്ഷെ ഇവിടെ ഈ ക്യാൻഡിൽ കയറാനായിട്ട് സാധിച്ചില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളതിന് ഉത്തരം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാർട്ടിനെ ഒന്ന് ചെറുതാക്കി നോക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ചാർട്ടൊന്ന് ചെറുതായി വന്നു. അപ്പോൾ ഈ ചാർട്ട് ചെറുതായി വന്നു. അപ്പോൾ ഈ ചാർട്ട് ചെറുതായി വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. കാരണം ഈ റേഞ്ച് ഇപ്പോൾ 25-40 ഇവിടെ നിൽക്കുക, അതായത് 25-നും 26-നും ഇടയിൽ ആ റേഞ്ച് നമുക്ക് ആ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. 25-26 ഇപ്പോൾ ഇവിടെ കയറിപ്പോയത് ആ റേഞ്ച് നമുക്ക് ഇവിടെ തൊട്ടിട്ടൊന്ന് മാർക്ക് ചെയ്യാം. 26-25 റേഞ്ച് കണ്ട. ഈ റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ കണ്ട, ഇവിടെ നിന്ന് താഴ്ന്ന റേഞ്ചാണ്. അതായത് മുന്നേ ഒരു താഴ്ന്നിട്ട് ഒരു ന്യൂസ് ബേസിൽ ഇവിടെ വന്നിട്ട് താഴ്ന്നിട്ട് കുറച്ച് നാൾ ഇവിടെ ട്രേഡ് ചെയ്തു കണ്ട ഈ പോയിന്റിൽ. അത് കണ്ട് ഒരു താഴ്ന്ന റേഞ്ചാണിത്. ഇവിടെ നിന്നാണ്, ഈ റേഞ്ചിൽ നിന്നാണ് സ്റ്റോക്ക് നല്ല രീതിയിൽ താഴ്ന്നത്. അതായത് 25-ന് വെറും 10 രൂപ വരെ എത്തിയത്. അതുകൂടാതെ ഈ റേഞ്ച് വരെ എത്തി, ഒരു വലിയൊരു ക്യാൻഡിൽ ഈ റേഞ്ച് വരെ എത്തി. വീണ്ടും ഈ റേഞ്ച് വരെ എത്തി കയറാനായിട്ട് പറ്റിയില്ല. വീണ്ടും ആണ് 2 റെഡ് ക്യാൻഡിൽ വന്നത്. പിന്നെ നമ്മൾ ന്യൂസ് ബേസ്ഡ് ആയിട്ട് ഇവിടെ നിന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്കൊരു വീക്കിലി ക്യാൻഡിലിൻ്റെ വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ വീക്കിലി എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു നല്ല മറ്റൊരു റേഞ്ച് കൂടി നമുക്കിവിടെ വരയ്ക്കാനായിട്ടുണ്ട്. നമുക്കിവിടെ ഒരു വരയ്ക്കാം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കണ്ട, ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ടായിരുന്നു. ഇവിടെ ജസ്റ്റ് ഇത് ഇവിടെ വരെ എത്തി. അതുകൂടാതെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ വെച്ച് അവിടെ നിന്ന് കയറിയത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ആ പറഞ്ഞ റേറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ കയറ്റത്തിൻ്റെ താഴെ തന്നെയാണ് നമുക്ക് നല്ല വീക്കിലി വരുമ്പോൾ നല്ലൊരു സ്റ്റോപ്പ് ലോസ് ഏരിയ, അതായത് ഈ 20 പോയിന്റ് വീക്കിലി നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് കയറാനായിട്ട് സാധിച്ചില്ല നമ്മൾ വീക്കിലി നമ്മൾ നോക്കിയപ്പോൾ.
അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഈ 26 കട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇത് നാളെ ഒന്ന് കയറി നിൽക്കുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു 30-32 റേഞ്ച് വരെ ഇതിൻ്റെ ഒരു ടാർഗറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്ന് ഇപ്പോൾ ഇന്നൊരു ന്യൂസ് ബേസ്ഡ് വലിയൊരു ക്യാൻഡിൽ വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നമുക്കൊരു 30-32 റേഞ്ച് വരെ ഒരു ടാർഗറ്റ് നമുക്കിതിൽ കിട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നമുക്കൊരു 20% ഇനി ഇവിടെ ഈ കറണ്ട് പൊസിഷനിൽ നിന്ന് നമുക്ക് അപ്സൈഡ് ഇവിടെ കിട്ടും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളുടെ ആ പോയിന്റ്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് പോയിന്റ് കൃത്യമായിട്ട് നമ്മൾ പരിപാലിച്ചിരിക്കണം. അവിടെ നിന്ന് മാർക്കറ്റ് കയറാനായിട്ട് സാധിക്കില്ല. ഒരു റൗണ്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ ആകെ മാറും നമുക്ക്. പക്ഷേ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ പറഞ്ഞ ആ 20, 23 അല്ലെങ്കിൽ 20 റേഞ്ചിൽ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇപ്പോൾ മാർക്ക് ചെയ്ത ആ പോയിന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയിന്റുകൾ 20, 22, 50, 23, 20 കൃത്യമായി ഈ 2 സപ്പോർട്ട് പോയിന്റുകൾ നമ്മൾ കൃത്യമായിട്ട് പരിപാലിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഈ റേഞ്ച് കയറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ന്യൂസും കിടക്കുന്നുണ്ട്. പ്രോഫിറ്റിൽ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഫണ്ടമെൻ്റലി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിൽക്കുന്നു ഇപ്പോൾ. കാരണം പ്രോഫിറ്റിൽ നല്ല വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ നല്ലൊരു പോസിറ്റീവ് ന്യൂസാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ അവിടെ ടെക്നിക്കൽ വർക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മുകളിലേക്ക് ഇത്രയും ടാർഗറ്റ് നമുക്ക് കിട്ടാൻ വകുപ്പുണ്ട് എന്ന് നമ്മൾ പറയാനായിട്ട് കാരണം. പക്ഷെ താഴേക്കുള്ള പോയിൻറ്സും സപ്പോർട്ട് പോയിന്റ് നമ്മൾ ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. കയറിപ്പോയ പോയിന്റ് ഉണ്ടല്ലോ, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയ ആ പോയിന്റ്സ്, അത് ഇൻട്രാഡേ ആയാലും വീക്കിലി ആയാലും. അപ്പോൾ ഈ പോയിന്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതിൽ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ യെസ് ബാങ്കിൽ കണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.